ഈ സംഖ്യകളിലെല്ലാം പൊതുവെ കാണുന്ന ഒരു നെഗറ്റീവ് സ്വഭാവമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാം? അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾക്ക് വേണ്ടി, സങ്കല്പങ്ങൾക്ക് വേണ്ടി പെറ്റ തള്ളയെ വരെ അവർ തള്ളിപ്പറയും. സ്വന്തം നാടിനെ, വിശ്വാസങ്ങളെ, ആചാരങ്ങളെ, സംസ്കാരങ്ങളെ, ഭാഷാ വൈവിധ്യങ്ങളെ എന്ന് വേണ്ട അവരെ അടയാളപ്പെടുത്തിയ, ഇന്നത്തെ നിലയിലേക്ക് അവരെ രൂപപ്പെടുത്തിയ മുഴുവൻ സാമൂഹിക നന്മകളെയും സാമൂഹ്യ സംവിധാനങ്ങളെയും നിഷ്കരുണം അവർ തള്ളിപ്പറയും. പ്രിയമുള്ളവരെ, ഈ ഹസൻ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന മഹാപണ്ഡിതനായ മുസ്ലിം മഹാത്മാവ് നടത്തിയിരിക്കുന്ന ഒരു മഹാ കണ്ടുപിടുത്തം നിങ്ങൾ കേട്ടില്ലേ? സംഖ്യകൾക്കൊരു നെഗറ്റീവ് സ്വഭാവമുണ്ടത്രേ. അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾക്കും സങ്കല്പങ്ങൾക്കും ആചാരങ്ങൾക്കും ആചാരമൂല്യങ്ങൾക്കും വേണ്ടി പെറ്റ തള്ളയെപ്പോലെ തള്ളിപ്പറയും. തള്ളയെ തള്ളിപ്പറയുന്നത് മാത്രമല്ല, സകലതും തള്ളിപ്പറയും. ഇത് കേട്ടാൽ തോന്നും ഇവരുടെ പ്രത്യയശാസ്ത്രവും മതവും ഒന്നും സങ്കല്പമല്ല, സകലതും യാഥാർത്ഥ്യമാണ്, സകലതും പരിശുദ്ധമാണെന്ന്. അതുകൊണ്ടായിരിക്കും ഇവരുടെ മതമുണ്ടായ കാലം മുതൽ ലോകത്തുള്ള സകല മതങ്ങളുമായി കലഹങ്ങളും സംഘർഷങ്ങളും യുദ്ധങ്ങളും ഉണ്ടാക്കി ലോകം മുഴുവൻ ഇവരുടെ മതം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലാണെങ്കിൽ, ലോകത്തിലാണെങ്കിൽ ക്രിസ്തുമതത്തോടും യൂതമതത്തോടും മിത്രമതത്തോടും തുടങ്ങിയ സകലവിധ മതങ്ങളോടും യുദ്ധത്തിലാണ്. ഇന്ത്യയിലാണെങ്കിൽ ശാഖമതം, കുശാനമതം, ജൈനമതം, ബുദ്ധമതം, ഹിന്ദുമതം തുടങ്ങി നിരവധി മതങ്ങളുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് താനും. അതൊക്കെ തന്നെ അയഥാർത്ഥവും സങ്കല്പവും അതുപോലെ തന്നെ വിഡ്ഢിത്തവും എല്ലാം നിറഞ്ഞതാണ്. പക്ഷേ ഇവരുടെ മതം മാത്രമാണ് യാഥാർത്ഥ്യവും സങ്കല്പവും. ഇവർ മാത്രമാണ് മഹത്തായ മനുഷ്യരും സംസ്കാരവും പാരമ്പര്യവും അന്തസ്സും അഭിമാനവുമുള്ള മനുഷ്യരുമെന്നറിയുന്നു ഇവർ പറയുന്നത്. അതിൻ്റെ ഇവരുടെ ഈ മഹത്വം അറിയണമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. അക്ബർ അലിയും സാദിഖ് അലിയുമല്ല, ആ ഭീകരന്റെ യഥാർത്ഥ പേര് സമദാനിയാണ് എന്ന് പറയാൻ മലയാളത്തിന് എന്താ നാക്കുപൊങ്ങാത്തത്? ഇത് ചെറിയ കാര്യമാണോ? വ്യക്തിപരമായി ഞങ്ങൾക്കൊക്കെ അടുപ്പമുള്ളവരാവും. പക്ഷേ മാധവിക്കുട്ടിയോട് അതിക്രമം കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പുസ്തകം സാക്ഷ്യപ്പെടുന്നത്? 67 വയസ്സുള്ള അമ്മയുടെ പ്രായമുള്ള ഒരാളെ പരസ്യമായി ആ കടവിനടുത്ത റിസോർട്ടിൽ കൊണ്ടുപോയി ആ ചാലിയാറിന്റെ പടവുകളിലിട്ട് ബലാത്കാരം ചെയ്യുക. എന്നിട്ട് അവർ കലഹിക്കുമ്പോൾ ഞാൻ കെട്ടിക്കോളാന്ന് പറയാ. ഇന്നു മുതൽ 10ാം ദിവസം എന്റെ ഭാര്യയാവും. അതിന് കണ്ടീഷൻ മതം മാറണം. ഉടനെ തയ്യാറായി. പ്രണയത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരുന്ന ആ അത്യുജ്വലമായ ജന്മം എന്തിനും തയ്യാറായി. അവര് മതം മാറാൻ ഏർപ്പാടാക്കി. പാളയം ഇമാമിനെ വിളിച്ചു. തിരുവനന്തപുരത്തെ സൗത്ത് പാർക്ക് ഹോട്ടലിൽ ഡിന്നർ ബുക്ക് ചെയ്തു. പിന്നെ ഫോൺ എടുത്തില്ല. പിന്നെ കേൾക്കുന്നത് അവര് മതം മാറി, അവര് മുന്നോട്ട് പോയി. പിന്നെ കേൾക്കുന്ന കഥ ഇതാണ്. കഥ എന്നല്ല, സത്യം. സൗദി അറേബ്യൻ ജാലിയാത്തിൽ നിന്ന് $10 ലക്ഷം $10 ലക്ഷം ഈ കച്ചവടത്തിന് കൈപ്പറ്റിയത്. ലോകപ്രസിദ്ധയായ ഒരു എഴുത്തുകാരിയെ ഞാനിതാ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. ആ കങ്കാണിയുടെ പേര് എന്തുകൊണ്ടാണ് മലയാളം ഉണ്ടാത്തത്? മിസ്റ്റർ ഹസൻ കരുനാഗപ്പള്ളി, ലോകപ്രശസ്ത എഴുത്തുകാരിയായ മാധവിക്കുട്ടി, ആ മാധവിക്കുട്ടിയെ പ്രേമിച്ച് വഞ്ചിച്ച് നിഷ്കരണം വലിച്ചെറിഞ്ഞ നിങ്ങളുടെ MP എന്ന് പറയുന്ന അബ്ദുൽ സമദ് സമദാനി മഹാനായ സത്യസന്ധനായ അള്ളാഹു ആണോ എന്ന് പറയണം. നിങ്ങൾ സത്യസന്ധരും എന്തൊക്കെ നിങ്ങളുടെ വർത്തമാനത്തിൽ നിങ്ങളാണ് ഇവിടുത്തെ അവതാരക ജന്മങ്ങൾ. ഭൂലോക സത്യസന്ധരായ മനുഷ്യരാണ്, ധാർമ്മികതയാണ്, മൂല്യമാണ്. നിങ്ങൾക്ക് എന്ത് മൂല്യമാണുള്ളത്? അന്യനെ വെട്ടി വീഴ്ത്തി കൊന്നൊടുക്കുന്ന സംസ്കാരമല്ലേ മുസ്ലിം പാരമ്പര്യം? ആ മതത്തിൻ്റെ ആരംഭം മുതൽ ഇന്നോളം നിങ്ങൾ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ ഹസൻ കരുനാഗപ്പള്ളിക്ക് ഈ മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയെക്കുറിച്ച് അറിയുമോ? ഒന്ന് പറഞ്ഞു തരാം. 1971 അവരുടെ എൻ്റെ കഥ എന്ന ആത്മകഥ പ്രസിദ്ധീകരിച്ചു. ലോകം മുഴുവനത് വായിച്ചു. ഏറ്റവും ബെസ്റ്റ് സെല്ലർ ബുക്കായിരുന്നു അത്. ലോകത്തെ മുഴുവൻ സാഹിത്യകാരന്മാരും ഭരണാധികാരികളും മാത്രമല്ല, ലോകത്തെ സകലവിധ സ്ത്രീ സംഘടനകൾ പിന്നീടാണ് ഉണ്ടാകുന്നത്. വായിച്ച ലോകം ഞെട്ടി. സ്ത്രീ സ്വാതന്ത്ര്യം എന്താണെന്നും സ്ത്രീത്വത്തിൻ്റെ സത്വം എന്താണെന്നും ലോകത്തിനവർ കാണിച്ചു കൊടുത്തു. സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യകത ആ പുസ്തകത്തിലൂടെ ലോകം വായിച്ചറിഞ്ഞു. ലോകത്തെ പുരുഷന്മാർ, സാഹിത്യകാരന്മാർ ലോകം നെറ്റ് ചുളിച്ചു ഭയാനകമായി ഭയന്നു വിറച്ചു. അതിനുശേഷമാണ് ഈ ലോകത്ത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്ത്രീകൾ മുന്നിട്ടിറങ്ങുന്നതും സംഘടനകൾ രൂപീകരിക്കുന്നതും. അറിയുമോ തനിക്ക്? ആ ചരിത്രമൊക്കെ ഒന്ന് പഠിച്ചു നോക്കണം. മുസ്ലിം ചരിത്രത്തിൻ്റെ
മറ്റിടത്ത് കയറി അടയിരിക്കുമ്പോൾ മുസ്ലിം മഞ്ഞപ്പിത്തം ബാധിച്ചവനെ കാണുന്നതെല്ലാം മഞ്ഞയും തോന്നുന്നില്ല, വെറും മഞ്ഞ മാത്രം തോന്നുന്ന വർഗീയ വിഷസർപ്പങ്ങൾ. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കി ആ ചരിത്രം ഒന്ന് പഠിക്കണം. ആ മാധവിക്കുട്ടി എന്ന് പറയുന്ന ലോക സാമൂഹ്യ പരിഷ്കർത്താവാണ്. ആ പരിഷ്കർത്താവിനെ വഞ്ചിച്ച് $10 ലക്ഷം കൈപ്പറ്റിയ വഞ്ചകനായ അബ്ദുൽ സമദ് സമദാനി നിങ്ങളുടെ മഹാൻ. നിങ്ങളെല്ലാം മഹാത്മാക്കൾ. എൻ്റെ സുഹൃത്തെ, എല്ലാ മതങ്ങളും, നിങ്ങളുടെ മതമൊന്നല്ല, സകല മതങ്ങളും സങ്കല്പമാണ്. നിങ്ങളുടെ മതം എവിടെയാണ് യാഥാർത്ഥ്യം? നിങ്ങളുടെ മതം യാഥാർത്ഥ്യമാണെങ്കിൽ സ്വർഗം എവിടെ? നരകം എവിടെ? ഹൂറി എവിടെ? മുഹമ്മദ് എവിടെ? അള്ളാഹു എവിടെ? ഒന്ന് കാണിച്ചു തരാമോ? കോടാനകോടി കിലോമീറ്റർ ഈ പ്രപഞ്ചം മുഴുവൻ അമേരിക്കയുടെ നാസയുടെ ബഹിരാകാശ പേടകം സഞ്ചരിക്കുന്നു. എവിടെയെങ്കിലും അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഹൂറികളെ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും സ്വർഗം കണ്ടിട്ടുണ്ടോ? എന്തിനാ സഹോദര കുറേ സങ്കല്പ കഥകളും പറഞ്ഞു വന്ന് ഈ മതങ്ങളുടെ പേരിൽ തമ്മിലടിപ്പിച്ച് മനുഷ്യനെ കൊല്ലിക്കുന്ന വർഗീയ ഫാസിസ്റ്റുകൾ? എന്നിട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങൾ വലിയ സത്യസന്ധരാണെന്ന്. നിങ്ങൾക്ക് അല്പമെങ്കിലും ചിന്തിക്കാൻ ബോധമുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ആ പ്രാകൃത സംസ്കാരത്തിന് എന്തെങ്കിലും മാറ്റം ഈ ആധുനിക നൂറ്റാണ്ടിലും എങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലോകം നിമിഷം പ്രതി പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിഭയാനകമായിട്ട് സംഭവിക്കും. നിങ്ങളുടെ മതത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? അന്നെന്തോ നിങ്ങൾ എഴുതി വെച്ച ആ വങ്കത്തരങ്ങളും ആ വിട്ടിത്തരങ്ങളും ആ പൊള്ളത്തരങ്ങളും അധാർമികതകളും അല്ലാതെ ഇന്നും എങ്കിലും സത്യസന്ധതയോ മാനവികതയ്ക്കോ മാനുഷികതയ്ക്കോ വേണ്ടി എന്തെങ്കിലും ഒരു അക്ഷരമെങ്കിലും മാറ്റാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? മാറിയിട്ടുണ്ടോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്തിനാണ് ഈ ലോകത്ത് മതങ്ങൾ? മനുഷ്യനെ നശിപ്പിക്കുന്ന, മനുഷ്യനെ കൊന്നൊടുക്കുന്ന ഈ ലോകത്ത് മതങ്ങളുണ്ടായ കാലം മുതൽ കോടാനക്കോടി മനുഷ്യരെ കൊന്നൊടുക്കിയിരിക്കുന്നു. മതങ്ങളുടെ പേരിൽ തമ്മിൽ കലഹിച്ച്. ഈ മതങ്ങളില്ലാത്ത ലോകം, ആ ലോകത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ബുദ്ധിയോ കഴിവോ മാനുഷികതയോ മാനവരാശിയുള്ള എന്തെങ്കിലും താല്പര്യമോ ആത്മാർത്ഥതയോ സത്യസന്ധതയോ താങ്കൾക്കുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് ചിന്തിച്ചു നോക്കണോ. ഏതെങ്കിലും മതം സത്യമാണോ? സത്യമാണെന്ന് തെളിയിക്കാവോ? ചുമ്മാ ആവശ്യമില്ലാത്ത പൊട്ടത്തരം പറഞ്ഞ് പണം ഉണ്ടാക്കാൻ വേണ്ടിയും മതം വളർത്താൻ വേണ്ടിയും സമൂഹത്തെ നശിപ്പിക്കുന്ന തന്നെ പോലുള്ള ഈ വിഷസർപ്പങ്ങൾ, വർഗീയ വിഷസർപ്പങ്ങൾ ഈ മാനവരാശിയുടെ ശത്രുക്കളാണ്. മാനവരാശിയെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഭീകരന്മാരാണ്. അല്ലെന്ന് പറയാവോ? ഒന്ന് തെളിയിക്കാവോ? അതുള്ള സംവാദം നടത്താനുള്ള കഴിവും ശേഷിയും തനിക്കുണ്ടോ? നമുക്കൊന്ന് സംവാദം നടത്തി നോക്കാം. ഇവിടെ യുക്തിവാദികളോ നിരീശ്വരവാദികളോ ശാസ്ത്രീയവാദികളോ ജീവിക്കുന്നിടത്ത് യുദ്ധങ്ങളുണ്ടോ? സമാധാനമായി ജീവിക്കാൻ കഴിയും. താങ്കളും താങ്കളെപ്പോലുള്ള മതങ്ങളും താങ്കൾ വിശ്വസിക്കുന്ന മതങ്ങളും അതുപോലെ എല്ലാ മതങ്ങളും, ഇവിടെ ഒരു മതത്തെയും ഞാൻ അംഗീകരിക്കുന്നില്ല. ഒരു മതവും ഈ നാടിനോ ഈ സമൂഹത്തിനോ മനുഷ്യനോ പ്രകൃതിക്കോ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മതം, താങ്കളുടെ മതം ചെയ്തിട്ടുണ്ടോ? മനുഷ്യ നന്മയ്ക്ക് വേണ്ടി താങ്കളുടെ മതം എന്താണ് ചെയ്തിട്ടുള്ളത്? മാനുഷികയുടെ പുരോഗതിക്ക് വേണ്ടി, ശാസ്ത്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? പണ്ഡിതന്മാരെന്നും പറഞ്ഞ് ഉരുങ്ങിച്ചമഞ്ഞ് നടന്ന് ജനങ്ങളെ വഞ്ചിച്ചും വശീകരിച്ചും കൊന്നൊടുക്കുന്ന ദുഷ്ടപ്രവൃത്തികളല്ലേ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്? നിങ്ങളുടെ വലിയ മഹാനല്ലേ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ? പ്രധാനമന്ത്രിയുടെ അടുത്ത് പോയി കാല് പിടിച്ചത് എന്തിനാണ്? പോയി ഇവിടെ മുസ്ലിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, സുരക്ഷിതമായി ജീവിക്കുമെന്ന് പറഞ്ഞ എന്തിനാണ്? ED പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലേ? അതുപോലെ നിങ്ങളൊക്കെ സ്വത്ത് സമ്പാദിക്കാനും അല്ലെങ്കിൽ പണം സമ്പാദിക്കാനും പ്രശസ്തിക്കും വേണ്ടി ജനങ്ങളെ തമ്മിലടിപ്പിച്ചു കൊള്ളുന്ന ഈ വർഗീയ വിഷസർപ്പങ്ങളെ നിങ്ങൾ പത്തി താഴ്ത്തി മാനവ സമൂഹത്തിന് വേണ്ടി ഇനിയെങ്കിലും മനുഷ്യനാകാൻ ശ്രമിക്കുന്ന വിനയപൂർവ്വം ഹസൻ കരുനാഗപ്പള്ളിയെ പോലുള്ള വർഗീയ വിഷസർപ്പങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.